ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഖ്തിയാസ് എന്നാണ് ഇന്നുള്ളത്. രണ്ട് ചോദ്യമുണ്ട്. ഭർത്താവിന് വേണ്ടി ചോദിക്കുന്നവരുടെ സഹോദരി ചോദിച്ചാണ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിക്കുന്നത്. കാരണം ഇപ്പൊ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ ക്രെഡിറ്റ് കാർഡ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ വിധി, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കൽ ഏത് ഫ്ലൈറ്റിലാണ് നിർബന്ധമുള്ളത് എന്നാവെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയും ചില ആളുകൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഏത് ഫ്ലൈറ്റ് കമ്പനിയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെങ്കിലേ ഞങ്ങളെ ടിക്കറ്റ് തരുള്ളൂ, ഞങ്ങളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഞാൻ ദുന്യാവിൽ നിന്നിപ്പോ ആദ്യം അർജാസിന്റെ നാവ് കൊണ്ട് കേട്ടതാണ്. ഞാൻ അർജാസ് അങ്ങനെ എപ്പോഴെങ്കിലും പോയി നോക്കിയണോന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾ അങ്ങനെയും ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ശരിക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറക്കുന്നതാണ് അധികവും. ചുരുക്കം ചില ഇസ്ലാമിക് ബാങ്കുകൾ ഇറക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അത് മറ്റുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ടും വ്യത്യസ്തമായ വ്യവസ്ഥകളോട് കൂടിയതാണ്. ഏതായാലും അതിൽ ഒന്നിലധികം പലിശ വരുന്നുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പലിശയും കൊള്ളക്കച്ചവടവും ക്രെഡിറ്റ് കാർഡിൽ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പഠിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്നല്ല, ഒന്നിലധികം രീതിയിലുള്ള കൊള്ള, ഒന്ന് വ്യക്തമായ പലിശ, രണ്ടാമത് ഈ കാർഡ് എടുത്തുകൊണ്ട് നമ്മൾ സാധനം വാങ്ങുന്നത് എവിടെന്നാ വെച്ചാൽ അവരിൽ നിന്നിട്ട് ഒരു നിശ്ചിത വിഹിതം ആര് ഈടാക്കുന്നുണ്ട്? ഈ കാർഡിന്റെ കമ്പനി ഈടാക്കുന്നുണ്ട്. അതുകൂടി കൂട്ടിയിട്ട് നമ്മളോട് ആ കച്ചവടക്കാർ വാങ്ങുകയാണ്. അങ്ങനെ പലിശയും വരുന്നുണ്ട്, കൊള്ളക്കച്ചവടവും വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക് ബാങ്കുകൾ ചുരുക്കം ചില കാർഡുകൾ ഇറക്കുന്നുണ്ട്. അതിന് അവർ അതിൻ്റെതായ ശരഈയ ചില നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ഇന്ന് ഇറക്കുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ രണ്ട് തകരാറ്. ഒന്ന്, അതിൽ നിർബന്ധമായും പലിശ വരുന്നുണ്ട്. രണ്ടാമത്തേത്, കൊള്ള ലാഭത്തിന് ഈ ഉപഭോക്താവിനെ അറിയാതെ കൊള്ള ചെയ്യുന്നൊരവസ്ഥ വ്യാപാരികള് അതുപോലെ തന്നെ വ്യവസായികള് ഈ കാർഡിലൂടെ ഇവരെ കൊള്ള ചെയ്യുന്നുണ്ട്. ഉപഭോക്താവിനെ കൊള്ള ചെയ്യുന്നു, പലിശ വരുന്നു. അങ്ങനെ രണ്ട് തകരാറ് അതിലുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് അത് നല്ലതല്ല. രണ്ട് കാര്യം, നാം കൊള്ള ചെയ്യപ്പെടുന്നു നാം അറിയാതെ. രണ്ടാമത്തേത്, നാം പലിശ ബിസിനസ്സിൽ സഹകരിക്കേണ്ടി വരുന്നു. ഓക്കെ. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം, സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.